ഗാലറിയുടെ ഒരു വശം തകർന്നതിനെ തുടർന്ന് എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു വന്നിരുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് തിങ്കളാഴ്ച പുനരാരംഭിക്കും. പ്രീ ക്വാർട്ടറിൽ ബാക്കി മത്സരം നാളെ പൂർത്തിയാക്കും. ഫെബ്രുവരി 2-ാം തീയതി ഗാലറിയുടെ ഒരു വശം തകർന്നതിനെ തുടർന്ന് നിർത്തിവെച്ച എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന ഫുട്ബോൾ മത്സരങ്ങൾ തിങ്കളാഴ്ച പുനരാരംഭിക്കും. ഗാലറി നിർമ്മിക്കാൻ ഉപയോഗിച്ച ഇരുമ്പ് ബീമുകളുടെ വെൽഡിംഗിലുണ്ടായ തകരാറ് മൂലമാണ് ഗാലറിയുടെ ഒരു വശം താഴേക്കിരുന്നത്. ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മേൽനടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും സംഘാടകർ അറിയിച്ചു. നാളെ പുനരാരംഭിക്കുകയാണ്. നമ്മുടെ പ്രീ ക്വാർട്ടർ ബാക്കിയുള്ളത് നാളത്തോടു കൂടി പൂർത്തിയാകും. ക്വാർട്ടർ ഫൈനൽ മത്സരം പൂർത്തിയാകാത്തത് ഫിഫ മഞ്ചേരിയും അൽമദീന ചെർപ്പളശ്ശേരിയും ആ ബാക്കി സമയം നാളത്തെ രണ്ടാമത്തെ കളിയോടുകൂടി അതും പൂർത്തീകരിക്കും. ഇനിയുള്ള ടീമുകളൊക്കെ മികച്ച ടീമുകളാണ്. മത്സരം ഫൈനൽ വരെയുള്ള എല്ലാം നല്ല കളികളാണ്. ഗാലറിയൊക്കെ നല്ല മെച്ചപ്പെടുത്തി എല്ലാവിധ സംവിധാനത്തോടു കൂടിയാണ് നാളെ നമ്മൾ ഫുട്ബോൾ മേള പുനരാരംഭിക്കുന്നത്. എടപ്പാളിൽ വർഷങ്ങളായി നടത്തിവരുന്ന ഈ ഫുട്ബോൾ മേള ഈ വർഷം പ്രീ ക്വാർട്ടറിൽ ബാക്കി മത്സരം തിങ്കളാഴ്ച പൂർത്തിയാക്കും. സംഭവം നടന്ന അന്നത്തെ മത്സരത്തിന്റെ അവശേഷിക്കുന്ന സമയം മത്സരവും തിങ്കളാഴ്ച നടക്കും. വർഷങ്ങളായി എടപ്പാളിൽ നടത്തിവരുന്ന ഫുട്ബോൾ മേള ഇത്തവണ നടത്തിയില്ലെങ്കിൽ നഷ്ടപ്പെടുമെന്ന അവസ്ഥാവിശേഷം ഉള്ളതുകൊണ്ടാണ് ത്യാഗം സഹിച്ചും മത്സരങ്ങൾ നടത്തുന്നതെന്നും ഫുട്ബോൾ പ്രേമികൾ ഈ മേള വിജയകരമാക്കണമെന്നും സംഘാടകർ അഭ്യർത്ഥിച്ചു. NCV ന്യൂസ്, എടപ്പാൾ. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.